ഹായ്. വീണ്ടും നമുക്ക് തമ്പുരാൻ ഒരു പ്രഭാതം കൂടെ തന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. നല്ല കാലവർഷം, നല്ല മഴ, അതുപോലെ നല്ല തണുപ്പ്. തണുപ്പെന്ന് പറയാനില്ല കേട്ടോ, തണുപ്പൊന്നുമില്ല. ഇങ്ങനെ ചൂടാണ്, മഴ എത്ര പെയ്താലും ചൂട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് എന്തൊരു വചനം കൂടെ കേൾക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കൃപ കണ്ടെത്താം. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു പ്രവണത വേണം നമുക്ക്. അതാണല്ലോ അതിൻ്റെ ശരി. എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറയുക, ദൈവത്തിന് സാഷ്ടാംഗം നമിക്കുക, ദൈവകൃപയിലായിരിക്കുക. ഇത് മനുഷ്യർക്ക് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. തെറ്റോ കുറ്റങ്ങളോ ഇല്ലാത്തവരാരും ഇല്ലാത്തത് കൊണ്ട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാൻ നമുക്കൊരു മനസ്സുണ്ടല്ലോ. അത് തമ്പുരാൻ കാണിച്ചു തന്നൊരു വഴിയല്ലേ, അത് നമുക്ക് വേണം. അപ്പോൾ അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. പശ്ചാത്താപം, ചെയ്തു പോയത് തെറ്റാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം. അത് ആ തെറ്റാണെന്ന് ബോധ്യം വരുമ്പോൾ തന്നെ നമുക്കത് ഏറ്റുപറയാൻ ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് വരും. അത് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ നല്ലൊരു മാർഗമാണ്. നമ്മളിപ്പോൾ പറയുകയാണ് മറ്റുള്ള അയൽവാസികളോട്, അവരങ്ങനെയാണ്, അവരുടെ കുറ്റങ്ങൾ വീട്ടിൽ വരുന്നവരോടും പോകുന്നവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറെ കഴിയുമ്പോൾ അവർ നിരപരാധികളാണെന്ന് അറിയാം ഇവർക്ക്. പക്ഷെ കുശുമ്പും കുന്നായ്മകളും കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നെങ്കിൽ അത് തെറ്റല്ലേ? അതെ, അത് പൂർണ്ണമായും തെറ്റാണ്. 100% തെറ്റാണ്. അപ്പം നമുക്ക് പിന്നീട് കുറ്റബോധം തോന്നും. അയ്യോ, അങ്ങനെ പറയണ്ടായിരുന്നു, അവർ നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മളുടെ സ്വാർത്ഥത കൊണ്ടാണല്ലോ നമ്മളത് പറഞ്ഞതെന്ന് നമ്മൾക്ക് തോന്നും. അത് തിരുത്താനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ തിരുത്താനുള്ളത് അതിലും വലിയ ശരിയായി നമ്മൾ കണ്ടെത്തണം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളത് ഏറ്റു പറയണം. കരുണയുള്ള ദൈവം നമ്മളോട് ക്ഷമിക്കും. മനുഷ്യരാണ്, സഹജമായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ അത് അത്ര സാധ്യമല്ലെന്ന് തമ്പുരാൻ കർത്താവിനറിയാം. തമ്പുരാൻ കർത്താവിന് അറിയുന്നതോളം കാലം നമ്മളോട് ക്ഷമിക്കാതിരിക്കില്ല. ആ ദൈവസന്നിധിയിൽ വലിയൊരു അനുഗ്രഹമായി തീരണം. ദൈവസന്നിധിയിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയാത്തോളം കഷ്ടം അത് എപ്പോഴും അവിടെ ഒരു കുറവുകളായി തന്നെ അത് ഒഴിഞ്ഞു കിടക്കും. എപ്പോഴും അതൊരു കുറവുകളായി ഒഴിഞ്ഞു കിടക്കും. അത് അങ്ങനെ ഉണ്ടാവരുത്. ആ കുറവുകൾ നമ്മൾ നികത്തണം. പാവഭാരങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്വയം ഒരു ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ അത് വലിയൊരു കനമായിട്ട് നമ്മുടെ ചങ്കിൽ കിടക്കും. തെറ്റാണല്ലോ ചെയ്ത് അത് ദൈവഭയമുള്ളവർക്ക് ആ കുറ്റബോധം എപ്പോഴും കാണും. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവർക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമുള്ളവർക്ക് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറ്റബോധം അവരെ വീർമുട്ടിച്ച് കൊല്ലും. അത് ഏറ്റുപറഞ്ഞ് തമ്പുരാന് മുന്നേ നമ്മളത് ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ ഒന്ന് കഴുകി ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം ഞാൻ ചെയ്തു പോയ തെറ്റ് അത് എൻ്റെ വലിയൊരു പാപമാണല്ലോ, എൻ്റെ ഒരു വലിയ കുറവുകളാണല്ലോ എന്ന് നമ്മളത് പറയുന്ന പക്ഷമുണ്ടല്ലോ, നമ്മുടെ പാപഭാരം നമ്മൾ കഴുകിക്കളഞ്ഞതുപോലെ തോന്നും. നമുക്ക് തോന്നുകയല്ല, അത് ശരിയാണ് താനും. അപ്പം നമ്മളത് ഏറ്റു പറയുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ, നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വന്ന് കഴിക്കുന്നത് പോലെ തന്നെയാണ്. അത്രയേറെ ആശ്വാസം നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ അതൊരു വലിയൊരു ഗുണങ്ങളായിരിക്കും. നല്ല ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയും. വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തിട്ട് അത് ചെയ്യണം, ഏറ്റു പറയണം എന്നല്ല പറഞ്ഞത്. ഒരിക്കൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ തിരുത്തുക, പിന്നീട് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ തിരുത്തി കഴിഞ്ഞിട്ട് ആശ്വാസം കണ്ടെത്തിയിട്ട് വീണ്ടും നമുക്ക് അത് തന്നെ ചെയ്യാം എന്നുള്ളൊരു നിബന്ധനകളൊന്നും അതിലില്ല. അപ്പം നമ്മളത് തിരുത്തുക, നമ്മൾ നമ്മുടെ വഴി ശുഭമാക്കുക, ക്ലിയർ ചെയ്ത് പോവുക. കുറ്റങ്ങളും കുറവില്ലാത്തവരല്ലെന്ന് അറിയാമല്ലോ. ഏതൊരു മനുഷ്യനും അവരിലൊരു കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടാവും. അപ്പം നമ്മളത് തിരുത്താൻ ശ്രദ്ധിക്കുക. അവരുടെ തെറ്റുകൾ, അവനവൻ്റെ തെറ്റുകൾ അവനവൻ തിരുത്തണം. അത് അവൾ അങ്ങനെ പറഞ്ഞിട്ടാണ്, അല്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടാണ്, അവരിങ്ങനെ പറഞ്ഞിട്ടാണ്, അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ന്യായവാദങ്ങളൊന്നും മുഴക്കിയിട്ട് കാര്യമില്ല. ന്യായവാദം അതൊക്കെ തമ്പുരാൻ്റെ സന്നിധി എത്തുമ്പോൾ ന്യായവാദങ്ങൾ വില പോകുകയില്ലെന്ന് അന്നേരം അറിയാം. ഈ ഇടകി പാപഭാരങ്ങൾ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നനുസരിച്ച് അറിഞ്ഞ് കർത്താവ് എന്താണ് പറയുന്നതെന്നും കർത്താവിനെ നമ്മൾ നേടാൻ നമ്മൾ എന്തെല്ലാം ഈ ലോകത്തിൽ ഉപേക്ഷിക്കണമെന്ന് നമ്മൾ സ്വയമേ ഒന്ന് പരിശോധിക്കണം. ഈ ലോകമോഹങ്ങൾ ഓടിക്കൊണ്ടും ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാം നമ്മൾ വാരിക്കുട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവിനെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കിട്ടില്ല. അത് വിളിക്കുന്നത് വെറും
വ്യാമോഹങ്ങൾ വ്യാമോഹങ്ങളാണ്. കിട്ടാൻ പോകുന്നില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കൈ നീട്ടിയിട്ട് കാര്യമേ ഇല്ല. കാരണം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ പിന്നെ കിട്ടേണ്ടത് കിട്ടുകയില്ല. രണ്ടും കൂടെ ഒന്നിച്ച് പോവുകയില്ല. നന്മയും തിന്മയും ഒന്നിച്ച് പോവുകയില്ല. അപ്പോൾ നമുക്ക് കർത്താവിനെയാണ് നേടേണ്ടതെങ്കിൽ ഈ ലോകത്തിലുള്ള മോഹങ്ങളിലേക്ക് നമ്മൾ ആശ വെക്കാതിരിക്കണം, ആഗ്രഹങ്ങൾ വെക്കാതിരിക്കണം. എല്ലാ സമ്പത്തും നേടിയിട്ട് കർത്താവിന് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് പോയിട്ട് നമ്മൾ പള്ളിയിലും പോകും, പ്രാർത്ഥനയിലും പങ്കെടുക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കവിടെ കർത്താവിന് നേടാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും നോക്കണം. അവിടെ നമ്മൾ തോറ്റുപോകും, തോൽക്കും. അവിടെ നമ്മൾ വഴിയരികിൽ വീണ വിത്താകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതുപോലെ അവിടെ നമ്മൾ വഴിയരികിൽ വീണ വിത്താകും. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാൻ കഴിയാതെ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരും. നമ്മൾ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും. ഇതൊന്നും ഭൂമിയിൽ ഒരു സൗഭാഗ്യങ്ങളും കിട്ടാതെ അലഞ്ഞു ജീവിക്കുന്ന കുറേയേറെ സാധു ജനങ്ങളുണ്ട്. അവരെ കർത്താവിലേക്ക് ചേർക്കും. അവർക്ക് ഈ ലോകത്തിൽ ഒരു സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ആഹാരം ഉണ്ടായിരുന്നില്ല, കിടക്കാൻ ഒരു നല്ല പാർപ്പിടം ഉണ്ടായിരുന്നില്ല, ധരിക്കാൻ നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല, 10 രൂപയ്ക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൂടെ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ച് ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് മുഖം തിരിച്ച് പെരുമാറിയിട്ട് നിങ്ങൾ പള്ളിയിൽ പോയാൽ അതൊരു ചടങ്ങ് മാത്രമാണ്. ഞാൻ പള്ളിയിൽ പോയി എന്നൊരു ചടങ്ങ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, അല്ലാതെ ഇതിനൊരു മേന്മയും ഇല്ല. സ്വർഗരാജ്യം പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം നിങ്ങൾക്ക് ഈ ലോകത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ സ്വർഗത്തിലേക്ക് കയറുന്നേ? ഈ ലോകത്തെ നരകം അനുഭവിച്ചൊരു സ്വർഗത്തിലേക്ക് കയറും. നരകയാതന അത് ശരിയാണോ ഇല്ലയോ എന്ന് ബൈബിള് വായിക്കുമ്പോൾ കർത്താവ് എല്ലാ വചനങ്ങളും മിക്കതിനും കർത്താവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധനവാനും ലാസറും 38 വർഷമായി രോഗാവസ്ഥയിൽ കിടന്ന സഹോദരൻ വെള്ളത്തിൻ്റെ അനക്കം കേട്ട് അതിലേക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടി ആ മനുഷ്യൻ്റെ പാപിയായിരുന്നോ? എന്തായിരുന്നു രോഗത്തിന് കാരണം? ഒന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ കൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അതുപോലെ ഒത്തിരി തിന്മകൾ തന്ന് നന്മകളാക്കി തീർക്കുന്ന ദൈവം നമുക്കുണ്ട്, നമ്മുടെ കർത്താവ് ശംസിക. ഒത്തിരി കഷ്ടതകൾ വന്നാലും കർത്താവിൻ്റെ ആ ഇടപെടൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം അത് ഏതെങ്കിലും മനുഷ്യനോടല്ലേ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. അതുപോലെ തമ്പുരാൻ നമുക്ക് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നമ്മൾ അനുസരിക്കണം. നമ്മളത് കേൾക്കാൻ മനസ്സ് വെക്കണം. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കണം. എന്നിട്ട് അതിലെന്താണ് തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് തിരിച്ചറിയണം. എന്നിട്ട് ആ വഴിയെ സഞ്ചരിച്ച് നോക്ക്. നിങ്ങൾ ശ്രമിച്ച് നോക്ക്, ആ വഴിയും സഞ്ചരിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്ത് കുറവുകളാണ് ഉണ്ടാകുന്നത്, എന്ത് പോരായ്മകൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധന ചെയ്യുക, ആത്മശോധന ചെയ്ത് നോക്കുക. ഒരു കുറവും ഉണ്ടാവില്ല. ഇല്ലെന്ന് മാത്രമല്ല, മനസ്സിന് നല്ല സന്തോഷം കിട്ടും, നല്ല ആനന്ദം കിട്ടും. എന്തൊക്കെയോ നമുക്ക് നേടിയതുപോലെ തോന്നാം. എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറവുകൾ നികത്തപ്പെട്ടതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒത്തിരി സമ്പത്തും പണവും ആഭരണങ്ങളും നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് തന്നെ തോന്നും, എന്തോ ഒരു പോരായ്മകൾ, എന്തോ ഒരു കുറവുകൾ, ഒരു തൃപ്തിയില്ലായ്മ, ഒരു സന്തോഷമില്ലായ്മ, എവിടെയോ എന്തോ ഒരു മാറ്റപ്പെട്ടതുപോലൊക്കെ നമുക്ക് തോന്നും. അത് ശരിയാണോ? ഒന്ന് ശോധന ചെയ്ത് നോക്കണം. നിങ്ങളെ തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അത് ശരിയാണോ, അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ, എനിക്ക് എന്തൊക്കെയോ ഒരു പോരായ്മകളില്ലേ, എന്തൊരു കുറവുകളില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടെന്നറിയുമോ? കർത്താവിൻ്റെതല്ലാത്തത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. കർത്താവിൻ്റെതല്ലാത്തൊരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്കിതൊക്കെ അങ്ങ് തോന്നുന്നല്ല, സത്യമാണ്. പിശാചുക്കൾക്ക്, സാത്താന്, ശത്രുക്കൾക്ക് നമ്മുടെ ഭവനത്തിൽ കയറിക്കൂടാൻ അതൊരു വഴിയാണ്. ആ വഴികളൊക്കെ തുറന്നു കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. പിന്നെ അവൻ നമ്മുടെ വീട്ടിൽ കയറുന്ന ഭരണം നടത്തുമ്പോൾ ഈ കുറവുകളൊക്കെ നമുക്ക് വരും. നിങ്ങൾ വിചാരിക്കരുത് പൂർണ്ണമായും കർത്താവാണ് നമ്മുടെ ഭവനത്തിലിരുന്ന് ഭരണം നടത്തുന്നതെന്ന്. ശത്രുവുണ്ട്, അവനാണ് കൂടുതലും. കർത്താവിൻ്റെ വഴിയിലൂടെ അല്ലാതെ പോകുമ്പോൾ കർത്താവ് ആ വഴി ശ്രദ്ധിക്കുകയില്ല. അതൊരു കുറവുകൾ തന്നെയാണ്. ആ വലിയ കുറവുകളിലേക്ക് ഈ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വീട്ടാൻ വന്ന് കയറിയിരുന്ന് ഭരണം നടത്തുമ്പോൾ അത് പൂർണ്ണമാകും. പിന്നെ അവനായിരിക്കും നമ്മുടെ നേതാവ്. കാരണം അവൻ്റെ സമ്പത്തല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവൻ അതിനുള്ള അധികാരം അവൻ കാണിക്കാതിരിക്കില്ലല്ലോ.
അപ്പം പശ്ചാത്താപം നമുക്ക് ആവശ്യമാണ്. ഏറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കുക, വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുക. നമ്മളെ രോഗിയാക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിലെ വേദനകളും നമ്മുടെ കുറ്റബോധങ്ങളും കുറവുകളും ആ നഷ്ടപ്പെടുത്തിയതിനെ കിട്ടാതെ വരുന്നുള്ള നമുക്ക് നമ്മുടേതായ ആ അവസ്ഥയെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന അങ്കലപ്പ്, എന്തോ എവിടെയോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള പോരായ്മ, എന്തോ എവിടെയല്ലത് നമ്മുടെ കർത്താവ് നിന്ന് അകന്നു നിൽക്കുമ്പോൾ വരുന്നുണ്ട കുറവുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ രോഗാവസ്ഥയിലേക്കും നമ്മുടെ മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ അതിനൊക്കെ ഒരു വിടുതൽ കിട്ടാൻ ഇത് ഉപകാരപ്രദമാകും. വേണ്ടെന്ന് വെക്കുമ്പോൾ സാത്താൻ ആ കൂടുതൽ അത് ഇറങ്ങിപ്പോക്കോളൂ. തനി ഇറങ്ങിപ്പോകുന്നില്ല. അവൻ വന്നാൽ അത് ഈടാക്കാതെ അവൻ പോകുകയില്ല. അവൻ്റെ പ്രവൃത്തി അതാണ്. അപ്പം നിങ്ങളെന്ന് പറയുമ്പോൾ അതൊരു വേർപെടുത്തലല്ലേ? അതല്ല. നമ്മൾ വേർപെട്ട സഭയാണ്. കർത്താവ് അബ്രഹാമത്തെ വേർതിരിച്ചതുപോലെ വേർതിരിച്ചു കൊണ്ട് നമ്മുടെ പൂർവ്വപിതാവായ കർത്താവ് അബ്രഹാമിനെ വേർപെടുത്തി നമ്മളെ കർത്താവിൻ്റെതാക്കി മാറ്റിയത്. ആ അബ്രഹാമത്തിൻ്റെ സന്തതികളായ നമ്മൾ വേർപെട്ട സഭയാണ്. വേർപെട്ട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ വേർപെട്ട് നിൽക്കുന്നവരാണ്. അത് കർത്താവിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. വേർപെട്ട സഭ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്തു, ബെന്തക്കൊസ്ത കാലമണി. ചന്തമോടെ വേല ചെയ്തു സ്വന്തം നാട്ടിൽ പോയിടാമേ. നല്ല അർത്ഥമുള്ളൊരു പാട്ടല്ലേ അത്? എനിക്കങ്ങനെ പാട്ട് പാടാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ പാട്ട് പാടിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വേർപെട്ട കൂട്ടങ്ങൾ വേർപെട്ട് വിളിക്കപ്പെട്ടതനുസരിച്ച് അവരവരുടെ നിലപാടനുസരിച്ച് ജീവിച്ചു കൊള്ളുക. അതിന് മറ്റുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊന്നുമില്ല. അത് ശ്രദ്ധിച്ച് നമ്മളെന്താണെന്നുള്ളൊരവസ്ഥ ബോധ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇടം കിട്ടും. അല്ലാതെ എല്ലാം കാണുന്നെല്ലാം വലിച്ച് നമ്മൾ സ്വന്തമാക്കി വെച്ചിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് കർത്താവിന് കിട്ടിയില്ലെങ്കിൽ കർത്താവിൻ്റെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. ഇല്ലായ്മയിലും പോരായ്മയിലും ജീവിക്കുമ്പോഴും കുറ്റങ്ങളും കുറവുകളും ഉള്ളപ്പോഴും കുറ്റം പറയാതെ, പിറുപിറുക്കാതെ, പരിതപിക്കാതെ, ന്യായവാദങ്ങൾ ഉന്നയിക്കാതെ ഒക്കെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം കർത്താവിലേക്ക് സമർപ്പിക്കുക. അവൻ ഏറ്റെടുത്തോളും. അവൻ നമ്മുടെ ഭാരങ്ങൾ വഹിച്ചവനല്ലേ. അവനെല്ലാം സാധിക്കും. അവന് സാധിക്കാത്തായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. സകലതും അവൻ്റെ മുമ്പിൽ ശുഭമാണ്. സകലതും. അതിലൊന്ന് രണ്ട് എന്നൊന്ന് മാറ്റി വെക്കാൻ ഒന്നുമില്ല. എല്ലാം അവൻ്റെ മുമ്പിൽ എല്ലാം ശുഭമാണ്. അവന് സാധിക്കാത്തായി ഒന്നുമില്ല. സകലതും അവൻ്റെ മുമ്പിൽ ശുഭമായിരിക്കും. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോവുക. നമുക്കിന്നിവിടെ വചനം വായിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 വരെയുള്ള തിരുവചനം. ലൂക്ക 13:1-5. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നാശം. ഗലീലയക്കാരനായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിച്ചു പോകും. അതുപോലെ നശിക്കും. കേട്ടോ? പശ്ചാത്താപിക്കണം. നമ്മൾ നാശം വരുത്താൻ നമ്മുടെ ഭാവത്തിൽ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിട്ട് നമ്മൾ പശ്ചാത്താപിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ അതിന് ന്യായവാദം കണ്ടെത്തരുത്. അതിന് ശരിയും തെറ്റും ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. കർത്താവ്, നീ തന്നെ ഇതിനെ പരിഹരിച്ച് തരണമേ. ഇതിന് ശരിയത തെറ്റതൊന്നും എനിക്കറിയില്ല. തമ്പുരാൻ്റെ മുമ്പിൽ എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്തു കൊള്ളണമേ. ഈ പാപിയായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നേ എന്നൊന്ന് ഏറ്റു പറയാനുള്ളൊരു മനസ്സുണ്ടാവണം. പശ്ചാത്താപം അത് വലിയൊരു സമ്പത്താണ്. വലിയൊരു മരുന്നിനെക്കാളും നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപിക്കുന്നില്ല എന്നതുള്ളതാണ്. അവരുടെ കുറവുകളിൽ ഓർത്ത് അവർ പശ്ചാത്താപിച്ചിരുന്നില്ല. അവർ കുറ്റക്കാരായിരുന്നില്ല.
മറ്റുള്ളവരെ അവശേഷിച്ച് അവർ കുറ്റക്കാരായിരുന്നില്ല. പക്ഷെ അവരവരുടെ കുറവുകളും കണ്ടെത്തിയിരുന്നില്ല. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടെത്തിയിരുന്നില്ല. അവരിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. അവരുടെ ഹൃദയങ്ങളെ അവർ പരിശോധിച്ചില്ല. എന്തെങ്കിലും പോരായ്മകൾ എന്നിലുണ്ടോ, എന്തെങ്കിലും കുറവുകൾ എന്നിലുണ്ടോ, ദൈവമേ എൻ്റെ കുറവുകൾ അവിടെ നികത്തി തരണമേ എന്നൊന്ന് പറയാനുള്ള സാമാന്യ ബോധം അവർക്കുണ്ടായിരുന്നില്ല. അതാണ് അവരുടെ കുറവ്. പശ്ചാത്താപിക്കുക, ഏറ്റു പറയുക, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു എന്ന് നമ്മൾ അറിയുക. നമ്മളെ പിതാക്കന്മാർ ഏത് അവസ്ഥയിലായിരുന്നു നമ്മൾ അറിയുക. നമ്മുടെ മാതാപിതാക്കന്മാർ ഏതൊരു അവസ്ഥയിൽ ജീവിച്ചവരായിരുന്നു നമ്മൾ അറിയുക. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തലമുറകൾ കൈമാറി വരുമ്പോൾ അവരിലുള്ള പാവങ്ങളും അവരുടെ പിതാക്കന്മാരുള്ള പാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും വന്നു ഭവിക്കും. അപ്പം നമ്മൾ അവരുടെ മരിച്ചു പോയെങ്കിൽ അവരുടെ ആത്മാവിനെയൊക്കെ കർത്താവിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരുടെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിലും നമ്മൾ കുറവുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഏറ്റുപറച്ചിലും പ്രാർത്ഥനയും അവർക്ക് വിടുതൽ കിട്ടാൻ അത് സാധ്യമാകും. അങ്ങനെ അവരുടെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിക്കപ്പെടാനും ദൈവസന്നിധി എത്തിച്ചേരാനും അത് ഗുണം ചെയ്യും. നിങ്ങളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി. അത് നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ ഗുരുക്കന്മാരുണ്ടല്ലോ, നമ്മുടെ പള്ളികളിലും അച്ഛന്മാരൊക്കെ ഉണ്ട്, ധ്യാനത്തിനൊക്കെ പോകുമ്പോഴും നമ്മളൊരു കൗൺസിലിംഗ് നടത്തുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അവരോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് അവരോട് ചോദിച്ചു നോക്കിക്കേ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ടോ? ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ട് മാത്രമാണോ ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാവങ്ങൾ നിമിത്തം ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുമോ? അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ അവരുടെ ഏതെങ്കിലുമൊക്കെ പാവങ്ങൾ നിമിത്തം ഞങ്ങളെയും ബാധിക്കുമോ? ഞങ്ങളത് ഏറ്റുപറഞ്ഞ് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ഇതിന് വിടുതൽ കിട്ടുമോ? നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. അവർ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് പോലെ. ഇത് തന്നെയായിരിക്കും അവരും പറയുന്ന മറുപടികൾ. കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പാവി ഉണ്ടെങ്കിൽ ആ പാവങ്ങൾ നമ്മുടെ ഇലയിലേക്ക് പടർന്നു പിടിക്കും. ഒരു ക്യാൻസർ രോഗം പോലെ അത് പടർന്നു പിടിക്കും. കാരണം നമ്മൾ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് രക്തബന്ധത്തിൻ്റെ ബലമാണത്. രക്തബന്ധമുള്ളവർ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പാപം ചെയ്താൽ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു നീതിമാനുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ, അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ, ഇവരെല്ലാവരും സമർപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധി ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ അവർക്കെല്ലാം വിടുതൽ കിട്ടും. അതേപോലെ ഒരു പാപി ഉണ്ടെങ്കിൽ അവരുടെ പാപം ഇവരുടെ എല്ലാം ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യും. ഇത് രണ്ട് വശവും ഒരുപോലെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ച് നമ്മളെ കൃപ കണ്ടെത്താൻ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കണം നമ്മുടെ മാലിന്യങ്ങൾ നീങ്ങിപ്പോകാൻ. നമ്മുടെ രോഗാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ എൻ്റെ മാത്രം രോഗാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ കുടുംബത്തിലുള്ളത്, എൻ്റെ അയൽവാസികളുണ്ട്, നമ്മൾ അറിയുന്ന ആരുടെയും അവരൊക്കെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധി 10 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ പാവിയുടെ പ്രാർത്ഥനയാണെങ്കിലും ദൈവം കേൾക്കും. പക്ഷെ അവിടെ മറുപടി കിട്ടുന്നത് അത് ദൈവത്തിൻ്റെ ഹിതമല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധിയുള്ളവളായി പ്രാർത്ഥിക്കണം. കളങ്കമോ ശത്രുതയോ വൈരാഗ്യമോ വിരോധമോ അവിശ്വാസമോ അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഹൃദയം തുറന്ന് കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് കള്ളത്തരം അറിയത്തില്ലല്ലോ. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് വിളിക്കുമ്പോഴും മറ്റുള്ളവർ ഇടപെടുമ്പോൾ അത് നിഷ്കളങ്കതയല്ലേ? അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അത് കൈക്കൊള്ളും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിന് പാപികളുടെ പ്രാർത്ഥന കേൾക്കും. പാപിയെ തേടി വന്നവനാ കർത്താവ്. അപ്പോൾ പാപികളുടെ പ്രാർത്ഥന തള്ളിക്കളയേയില്ല. എന്നും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെയും പാപത്തെ തുടരരുത്. അവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. പിന്നെയും പാപത്തെ തുടരുന്നത് അത് അപകടമാണ്. അങ്ങനെ ആ വഴികളൊന്നും പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നിവിടുത്തെ വചനം പൂർത്തിയാകുകയാണ്. നമുക്ക് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ കാണാം. അതുപോലെ എല്ലാവരും വചനങ്ങൾ വായിക്കാൻ മറക്കരുത്. സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. നമുക്ക് ഈ അന്ത്യകാലഘട്ടത്തിൽ പല പിന്നെ പ്രത്യേകം നിങ്ങൾ സഹോദരന്മാരെ, അപ്പച്ചന്മാരെ, നിങ്ങളുടെ മക്കളോട് ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ പറയുക. ഭയങ്കരമായ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഫോണിൽ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് കുറേയൊക്കെ അകന്നു നിർത്തുക. ആവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ചെകുത്താൻ്റെ കടന്നുകയറ്റം കൂടുതൽ ആകുന്നത് വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ. ഇതിലൂടെയൊക്കെ കൂടുതലായി അപകടങ്ങൾ വന്നു ചേരുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. എന്തും ആവശ്യത്തിന് മതി, അത്യാവശ്യത്തിന് മതി, അധികമാവരുത്. അധികം ഓവറായി പോയാൽ അപകടം നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മക്കളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മളനുസരിക്കാത്തതൊന്നുമല്ല നമ്മുടെ മക്കൾ. അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് അനുസരിച്ച് ദൈവഭയത്താൽ ജീവിക്കാൻ പറ്റും. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കട്ടെ.
നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളൊക്കെ ബഹുമാനിച്ചും അനുസരിച്ചും ജീവിക്കാൻ പഠിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അപകടങ്ങളും ആപത്തുകളൊക്കെ ഒത്തിരി അകന്നു പോകും. നല്ല ദൈവത്താൽ ജീവിക്കാൻ നമ്മുടെ ഈ പ്രഭാതം നമുക്ക് ഉപകാരപ്പെടുമാറാകട്ടെ. കർത്താവായ ഈശോമിശിഹായുടെ കൃപ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരും എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവം ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അത് ഒരാളാണെങ്കിൽ ഒത്തിരി പേര് കേൾക്കണമെന്നോ ഒത്തിരി ലൈക്ക് കിട്ടണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒത്തിരി അപേക്ഷ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഞാൻ ഈ പറഞ്ഞ വചനം ഒരാളെങ്കിലും കേട്ടാൽ എനിക്കത് ധാരാളം മതി. അവരുടെ ആ ഒരു ഭവനം ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരാൾ മതി, എനിക്ക് ഒരാൾ മതി. അത് നല്ല ശുദ്ധിയുള്ളവരായിരിക്കണം. ഒത്തിരി അംഗങ്ങളും കൂടെ വന്ന് ഒത്തിരി പിന്നെ അലങ്കോലപ്പെടുത്തുന്നതിനേക്കാളും ഭേദം നന്മയുള്ള ഒരാളെ കിട്ടിയാൽ മതി. നന്മയും വിശുദ്ധിയുമുള്ള ഒരാളെ കിട്ടിയാൽ അത് വലിയ അനുഗ്രഹമാണ്. ഞാൻ അത്രയ്ക്കേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരാളെങ്കിലും ഒരാൾ അത് ദൈവസന്നിധിയിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപയിലേക്ക് അവിടുത്തെ ശ്രദ്ധയിലായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ ഓർമ്മയിൽ നമ്മൾ വന്നു പോയാൽ തന്നെ രക്ഷപ്പെട്ടു. ആ രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഈശോയുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിൻ്റെയും